എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവൻ ആ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്നായിട്ട് ആരോ ഓടി വരുന്ന ശബ്ദം നമ്മുടെ ഹീറോ കേൾക്കും. അതിനാസു പറയും, അതെ, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ തേടി അവർ വന്നു കഴിഞ്ഞു, അവരുടെ വേട്ടയാടൽ അത് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ആ ഡോർ അങ്ങനെ വലിച്ചു തുറന്ന് ഒരുപാട് ഡീമൺ ബീസ്റ്റുകൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന ഡീമൺസ് എല്ലാവരും ഓരോ സ്റ്റുഡൻസിന് നേരെ പാഞ്ഞടുക്കുകയാണ്. അതിലൊരു ഭീമൻ ബീസ്റ്റ് ആണെങ്കിൽ ഹീറോയ്ക്ക് നേരെ അങ്ങനെ പറന്നെടുക്കും. അത് കണ്ട നമ്മുടെ ആസ് അവൻ ഞൊടിയിടയിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് ഹീറോയോട് പറയും, മാസ്റ്റർ പേടിക്കേണ്ട ആവശ്യമില്ല, മാസ്റ്ററിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. മാസ്റ്ററിന് ഏത് ടീമിൽ ചേരാനാണോ ഇഷ്ടം അത് മാത്രമേ മാസ്റ്ററിന് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് വിപരീതമായിട്ട് ഏതെങ്കിലും ബീസ്റ്റുകൾ മാസ്റ്ററിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായാലും ഞാൻ അതിന് അനുവദിക്കില്ല. നമുക്കിനിയും കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ടീം കണ്ടെത്തി നമുക്കതിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് റോങ് ആയിട്ടുള്ള ഡീമൻസ് അവരുടെ അടുത്തേക്ക് വരാതിരിക്കാൻ ആസ് ഒരു ഫ്ലെയിം ബൗണ്ടറി തന്നെ ഇപ്പൊ അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ അതിലൂടെ നടന്ന് മുൻപോട്ടേക്ക് പോകും. പച്ചമുടി പെണ്ണിനാണെങ്കിൽ അതൊന്നും കണ്ട് യാതൊരു പേടിയുമില്ല. അവൾ ആ ഫ്ലെയിമിൽ ഒരുപാട് ഫുഡൊക്കെ അങ്ങനെ ചുട്ട് തിന്നും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്തൊരു ഡീമൻ അതാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനെ പിടിച്ചു വലിച്ച് അവന്റെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. തേർഡ് ഇയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറിലേക്ക് വന്ന ഓരോ സ്റ്റുഡൻസിനെയും വിടാതെ വേട്ടയാടി അവരുടെ ടീമിലേക്ക് ചേർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പേടിച്ച് ഓരോ ഭാഗത്തേക്കും ചിതറി ഓടും. അവരിൽ പലർക്കും താല്പര്യമില്ലാത്ത ടീമിലേക്കാണ് ആ ഡീമൻസ് എല്ലാം അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. ഹീറോ ആണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. ആസ് താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് വേണ്ടതുപോലെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളും അവരുടെ പിടിയിൽ പെട്ടുപോയാനെ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഹീറോ അങ്ങനെ കാര്യമായിട്ട് താങ്ക്സ് ഒക്കെ പറയുമ്പോഴായിരിക്കും ആ സ്റ്റുഡന്റ് കൗൺസിൽ ടീം അവരിപ്പോ അവിടേക്ക് വരിക. അവരുടെ ടീമിലേക്കും അവർ സ്മാർട്ട് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കാനാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ മുഴുവൻ അസസ് ചെയ്ത് അവർക്ക് വേണ്ടവരെ ഒന്നൊന്നായിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് ആരംഭിക്കും. ആസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെമ്പമുടി പെണ്ണ് ആമറി അവളെ ചൂണ്ടിക്കാണിക്കും. അവളാണ് സ്റ്റുഡന്റ് കൗൺസിൽ ടീമിന്റെ പ്രസിഡന്റ്. അവർ ഏറ്റവും നല്ല സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കും. അതിനുശേഷം നല്ല രീതിയിൽ അവർ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഇതുവരെ ആരെയും അവരുടെ ടീമിൽ അവർ ചേർത്തിട്ടില്ല. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം ഹീറോയ്ക്ക് ഇതുവരെ നമ്മുടെ ചെമ്പമുടി പെണ്ണ് ആമറി അവള് സ്റ്റുഡന്റ് കൗൺസിൽ ടീമിലെ ഒരു മെമ്പർ ആണെന്നോ അതിനുപരി അവൾ അതിന്റെ പ്രസിഡന്റ് ആണെന്നോ അറിയില്ലായിരുന്നു. അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ അവളെ നോക്കി തുള്ളിച്ചാടും. ചെമ്പമുടി ആമറി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. എല്ലാവരും അവൾ ആസിനെയാണ് സ്റ്റുഡന്റ് കൗൺസിൽ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ച് അങ്ങനെ നോക്കി നിൽക്കും. പക്ഷെ അവൾ സ്ട്രെയിറ്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഒരു പേപ്പർ കൊടുക്കും. അവൾ കണ്ണൊക്കെ താഴ്ത്തി കാലുകൊണ്ട് കളമൊക്കെ വരച്ച് വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പർ അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് കൗൺസിൽ ടീമിൽ നിനക്കും ചേരാം. ഞാൻ നിന്നെ പ്രഷറൊന്നും ചെയ്യില്ല, നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേരാം. ഹീറോ ആണെങ്കിൽ പകച്ചു നിൽക്കുകയാണ്. അത് കണ്ട് ആസ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരുടെ ടീച്ചർ അവരാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനോടുമായിട്ട് പറയും, ഇനിയും ഏതെങ്കിലും ടീമിൽ ചേരാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് 3 ദിവസം കൂടെ മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു ടീമിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെമ്പേഴ്സ് ആയിരിക്കണം. നിങ്ങൾ ബാറ്റ്ലേഴ്സ് ടീമിൽ ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ആസ് ആണെങ്കിൽ ഹീറോയോട് പറയും, മാസ്റ്റർ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാ ടീമിലും പോയി ചെക്ക് ചെയ്യാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണ് അതിൽ നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് ടീമിൽ നിന്ന് ഒരുപാട് ഇൻവിറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ആസ് ആണെങ്കിൽ ഒറ്റയടിക്ക് അത് മൊത്തം കരിച്ചു കളയും. മാസ്റ്റർ ഇതൊന്നും കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, മാസ്റ്ററിന് കറക്റ്റ് ഗൈഡ് ലൈൻസ് അത് ഞാൻ തരുമെന്ന് പറഞ്ഞ് ഓരോ ടീമിന്റെ അടുത്തുകൂടെ ഹീറോയെ ആസ് കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പോൾ ഓരോ ടീമിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഹീറോ അവന്റെ റിങ്ങിലേക്ക് നോക്കും. അടുത്ത നിമിഷം ആ റിങ്ങിലുണ്ടായിരുന്ന ഡീമൻ അതിപ്പോ ഹീറോയും വലിച്ച് മുകളിലേക്ക് പോവും. ഹീറോ നിലവിളിക്കും, നോ ആസ് എന്നെ രക്ഷിക്ക് എന്ന് വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും. ഹീറോ തെറിച്ചുപോയി ഒരുത്തന്റെ ദേഹത്ത് അടിച്ചു വീഴുകയാണ്. അവന്റെ വായിൽ നിന്നാണെങ്കിൽ ഒരുപാട് ചോരയൊക്കെ പുറത്തേക്ക് വരും. ഹീറോ അവനോട് സോറി പറയും. അതിനവൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് ബ്ലഡ് ഇങ്ങനെ വരുന്നത്. അവനാണെങ്കിൽ അവന്റെ കഴുത്തിലുള്ള ചെയിൻ ഇപ്പൊ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി നിന്റെ കയ്യിലുള്ള റിങ്ങും എന്റെ കഴുത്തിലുള്ള ഈ ഒരു ഡോളറും ഇത് രണ്ടിനും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് റിയാക്ട് ആയി നീ ഇപ്പൊ തെറിച്ചു വന്ന് എന്റെ ദേഹത്ത് ഇടിച്ചത്. ഹീറോ ആണെങ്കിൽ പെട്ടെന്ന്
അവന്റെ തകർന്നു വീണ സാധനങ്ങളെല്ലാം തന്നെ പെറുക്കി കൂട്ടാനായിട്ട് അവനെ സഹായിക്കും. ആക്ച്വലി ആ പയ്യനും ഒരു തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അവന്റെ ടീമിലേക്ക് പുതിയ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ക്ഷണിക്കാനാണ് അവൻ അവിടേക്ക് വന്നത്. അപ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അവൻ ആ ഡോളർ കാണിക്കും. എന്റെ ഈ ഡോളറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ ഒരുപാട് മാജിക് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. എന്നെ പോലെ വലിയ മാജിക് പവർ ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ചെയിൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ സാധനങ്ങൾ മുഴുവൻ കളക്ട് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. ഹീറോ ഒരു സെക്കൻഡ് വണ്ടടിച്ച് നിൽക്കും. സോ ഏറെക്കുറെ ഇവനും എന്നെ പോലെ തന്നെയാണ്, എന്നെ പോലെ തന്നെ ഇവനും മാജിക് പവർ ഒക്കെ വളരെ കുറവാണെന്ന് ചിന്തിക്കും. ഒരു സമയം കഴിയുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ പച്ചമുടി പെണ്ണും ആസും അവർ രണ്ടുപേരും നമ്മുടെ ഹീറോയും കൂട്ടി ബോട്ടണി ക്ലാസ്സിലേക്ക് വരും. ടീച്ചർ ആണെങ്കിൽ മാജിക് ഉപയോഗിച്ച് എങ്ങനെയാണ് സസ്യങ്ങൾ വളരുന്നതെന്നും അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറിച്ചും പൂക്കളെ കുറിച്ചും എല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും. ക്ലാരയ്ക്കാണെങ്കിൽ ആ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ചെടികൾക്കിടയിലേക്ക് ഓടിപ്പോയി അത് പിടിച്ചു വലിച്ചും അതിൻ്റെ ഉള്ളിൽ ചാടി കയറിയൊക്കെ അങ്ങനെ എന്റർടൈൻ ചെയ്യാണ്. ആസിനാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. ക്ലാര, നീ എന്തായി ചെയ്യണേ? അത് ഭയങ്കര ഡേഞ്ചർ ചെടികളാണ്, അതിനോടൊപ്പം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ ഹീറോയുമായിട്ട് ഒരു ലൈബ്രറിയിലേക്ക് വരും. അവിടെയുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അവിടെയുള്ള ബുക്സ് എല്ലാം കാണിച്ചു കൊടുക്കും. ഇവിടെയാണ് ലോകത്തുള്ള ബുക്സ് എല്ലാം തന്നെ ഉള്ളത്. നമുക്ക് വായിക്കാൻ പറ്റാത്ത ബുക്കുകൾ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു പോലും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ലോകത്ത് ഏത് ബുക്ക് ഇറങ്ങിയാലും അതപ്പം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് ഈ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരും. ജിമ്മൻ പയ്യനാണെങ്കിൽ അവിടേക്ക് വന്ന് അതിൽ ഡീമൺ കിങ്സിനെ കുറിച്ചുള്ള ചില ബുക്സ് അതൊക്കെ എടുത്ത് വായിക്കും. മറ്റൊരു ഭാഗത്ത് ക്ലാര, അവളാണെങ്കിൽ നൈസായിട്ട് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു ടീമിന്റെ അടുത്തേക്ക് വരും. അവർ ചെയ്തു വെച്ച എന്തൊക്കെയോ സാധനങ്ങൾ മറിച്ചും അതിന്റെ മേലെ കയറി ഡാൻസ് ഒക്കെ കളിച്ച് അവൾ അവരെയും ഒരുപാട് പണിയൊക്കെ ഒപ്പിച്ചു വെക്കുകയാണ്. ആസ് ആണെങ്കിൽ അവളെ അവിടുന്ന് പിടിച്ചു വലിച്ച് മറ്റെവിടേക്കോ കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ഇപ്പോ തിരികെ വീട്ടിലേക്ക് വന്ന് അവന്റെ ഗ്രാൻഡ് പേയോട് പറയും, എന്നെ കൊണ്ട് ഈ ഒരു റിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ റിങ് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു റിങ് അവന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവനോട് ഫയർ പവർ യൂസ് ചെയ്യാനായിട്ട് പറയും. അവൻ ആദ്യം ഒന്ന് പേടിക്കും, പിന്നെ അവൻ ഗ്രാൻഡ് പേ വിശ്വസിച്ച് ഫയർ പവർ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇത്തവണ അതിനെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ലെവലിൽ മാത്രമേ ഫയർ പുറത്തേക്ക് റിലീസാവൂ. അവൻ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഗ്രാൻഡ് പാ റിങ് ചൂണ്ടിക്കാണിച്ച് പറയും, ഫസ്റ്റ് ഇരിക്കുന്നത് നോർമൽ മോഡാണ്, ഇത് നീ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ പവർ പുറത്തേക്ക് വരൂ. രണ്ടാമത്തേത് ഡീമൺ മോഡാണ്, കുറച്ചുകൂടെ പവറിൽ നിന്റെ പവറുകൾ പുറത്തേക്ക് വരും. അടുത്തത് അതിലും കൂടുതലായിട്ട് നിന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. തൽക്കാലത്തേക്ക് ഡെവിൾ മോഡ് വരെ മാത്രമേ നീ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും വലിയ എമർജൻസി വരികയാണെങ്കിൽ മാത്രം പാൻട്രാക് മോഡ് അത് നീ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു കാരണവശാലും ചെറിയ കാര്യങ്ങൾക്കോ തമാശയ്ക്കോ അത് യൂസ് ചെയ്യരുത്. അതിനുശേഷം വീണ്ടും ഇപ്പൊ ഹീറോ ആസിന്റെ അടുത്തേക്ക് വരികയാണ്. ഹീറോ പറയും, നമ്മുടെ മുൻപിൽ ഇനി അധിക സമയമില്ല, എത്രയും വേഗം നമുക്കൊരു ടീമിൽ ചേർന്നേ പറ്റൂ. ഉടനെ ഹീറോയെ ആണെങ്കിൽ ഇപ്പൊ ഒരു തേർഡ് ഇയർ ബാച്ച് വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം അവൻ ആ ഒരു ബോൾ ഗെയിം അത് കളിക്കാനായിട്ട് നിർബന്ധിക്കും. ഹീറോ ബോൾ എടുത്ത് ഡെവിൾ മോഡിൽ വലിച്ചെറിയാണ്. തേർഡ് ഇയർ സ്റ്റുഡൻസ് ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കാവും. അവർ ചോദിക്കും, നീ ആക്ച്വലി നിന്റെ ഫുൾ ഫോഴ്സിൽ തന്നെയാണോ ഈ ബോൾ എറിഞ്ഞത്? നീ ബോൾ എറിഞ്ഞപ്പോ ഇതിലും ഒരുപാട് ഫോഴ്സിൽ ബോൾ തെറിച്ചു പോയിരുന്നല്ലോ, മാത്രമല്ല ഈ സ്ഥലവും തകർന്നിരുന്നു. ഉടനെ ഹീറോ പറയും, അതെ, ഇതാണ് എന്റെ ഏറ്റവും വലിയ പവർ. അവര് പറയും, കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേരാം. അതിനവൻ പറയും, ആദ്യം എനിക്ക് എല്ലാ ടീമുകളും ഒന്ന് ചെക്ക് ചെയ്യണം, എനിക്ക് ആപ്റ്റായ ടീം ഏതാണോ അതിൽ മാത്രമേ ഞാൻ ചേരുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ നടന്നു വരുമ്പോഴായിരിക്കും അവരുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരിക. എപ്പോഴാണ് സ്റ്റുഡന്റ് കൗൺസിൽ ടീമിൽ ചേരുക എന്നതായിരിക്കും അവളുടെ മെസ്സേജ്. അതിന് ഹീറോ റിപ്ലൈ ചെയ്യും, ഞാൻ എല്ലാ ടീമും ചെക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടീം സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ നിന്റെ ടീമിൽ ചേരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ അതിനു മുൻപ് ബാക്കിയുള്ള ടീമുകൾ കൂടെ എനിക്ക് ഒന്ന് ചെക്ക് ചെയ്തേ പറ്റൂ. ഹീറോ അങ്ങനെ ക്യാഷ്വലായിട്ട് അവളോട് ചാറ്റ് ചെയ്യുമ്പോഴായിരിക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവൻ കേൾക്കുക. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. അതാ മുൻപ് കണ്ട അതേ പയ്യൻ തന്നെയാണ്. ഹീറോ ഓടി അവന്റെ അടുത്തേക്ക് എത്തുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.